ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കും. അങ്ങനെ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ധനു രാശിക്കാർക്ക് വന്നു ചേരാവുന്ന അഭിവൃദ്ധികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ധന ആഗമന യോഗവും വിദ്യാവിജയം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ, അതായത് മറ്റ് ഗ്രഹങ്ങളുടെ കൂടി സപ്പോർട്ട് വർദ്ധിക്കുക അങ്ങനെയുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് വിചിന്തനം ചെയ്യുന്നത്. ശനി ധനു രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ്. കണ്ടകശനി അനുഭവിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളും തൊഴിൽ തടസ്സങ്ങളോ, കുടുംബത്ത് സ്വസ്ഥതയില്ലാതെ വരിക, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, മറ്റ് തൊഴിലിടത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം അത് പാപഗ്രഹമായാൽ അത് ഒരു ദോഷവും ചെയ്യുകയില്ല എന്നാണ് പ്രമാണം. അത് വെച്ച് നോക്കുമ്പോൾ ശനി അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയമാണ് ധനു രാശിക്കാർക്ക് ഈ വക്രഗതിയിലുള്ള ഈ സമയം. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് കുറയുക എന്നുള്ളത് വളരെ നേട്ടങ്ങളുണ്ടാക്കും. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമായി. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. വിജയങ്ങൾ വന്നു ചേരുവാനുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ശനിയുടെ പിടിവിടുന്നതോടുകൂടി ഉന്മേഷം വർദ്ധിക്കുകയും ഉത്സാഹം വർദ്ധിക്കുകയും അലസത വിട്ടുമാറുകയും നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നല്ല സുഹൃത്തുക്കളുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തോന്നുകയും ചെയ്യും. ഇതിന് മുൻപ് വരെ ചിലപ്പോൾ നല്ല വാക്ക് പറഞ്ഞാൽ അത് ചെവിക്കൊള്ളുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ പറ്റാതെ വിഘടനവാദവുമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ആ വിഘടനവാദം വിട്ട് സൽബുദ്ധി വന്നു ചേരുകയും നല്ല രീതിയിൽ പ്രവർത്തനക്ഷമത ഉണ്ടാകുകയും അതുപോലെ തന്നെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥത ഉണ്ടാകുക. ആത്മാർത്ഥതയോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഏത് രംഗത്തും വിജയിക്കും. പ്രഥമമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് കുടുംബത്തെ സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ സമാധാനപരമായ പല വിധത്തിലുമൊക്കെ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് ജീവിത പങ്കാളിയുമായിട്ടോ മാതാപിതാക്കളുമായിട്ടോ സഹോദരസ്ഥാനീയരുമൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് സ്വസ്ഥചിത്തരാകുക. ചഞ്ചല മനസ്സുകൾ സ്വസ്ഥചിത്തരാകുമ്പോൾ ബുദ്ധി നേരാവണ്ണം പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ അഭിവൃദ്ധികൾ, അത് ഏത് രംഗത്തും അഭിവൃദ്ധികൾ വന്നിച്ചു. പ്രധാനമായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം പ്രാഥമിക വിദ്യാ രംഗത്ത് നിൽക്കുന്നവരായാലും ഉപരിപഠനത്തിലോ ഉന്നത വിദ്യാഭ്യാസത്തിലോ, അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഒക്കെ ആകാം, അതിലൊക്കെ ഇടപെട്ട് നിൽക്കുന്നവർക്ക് പഠനകാര്യങ്ങളിൽ അലസതയൊക്കെ വന്ന് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് ഈ വക്രഗതിയുള്ള സമയത്ത് നല്ല ഒരു പുരോഗതി, മാർക്കൊക്കെ വർദ്ധിക്കും, സ്കോർ ചെയ്യാൻ സാധിക്കും, റാങ്ക് ലിസ്റ്റിൽ ആകും. അങ്ങനെയൊക്കെയുണ്ട്. പരീക്ഷകൾ പാസ്സാകുക, വിദ്യാ പുരോഗതി വന്നു ചേരുക. അത് ജോലിക്കായിട്ട് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ പാസ്സാകുവാനും, അതുപോലെ തന്നെയാണ് മറ്റ് PSC പോലെയുള്ള ടെസ്റ്റുകൾ, വിദേശത്തേക്ക് പോകുവാനായിട്ട് എഴുതുന്ന ടെസ്റ്റുകൾ, അങ്ങനെ നിരവധിയായ ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിന് ഒരാൾ തന്നെ നിരവധി ടെസ്റ്റുകൾ പാസ്സാകുക എന്നുള്ളതല്ല, നിരവധിയായ ടെസ്റ്റുകളുണ്ട്. ഓരോരുത്തരും ഓരോ വിഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവരവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഭാഗം ഏതാണോ അവിടെ വിജയം വന്നു ചേരും, അതിന് സംശയമില്ല. പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗമുണ്ടാകും.
അത് മുഖാന്തരം ചില അപമാനങ്ങളോ അവിഖ്യാതികളോ മന സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതെയാകുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കഴിവതും ഏർപ്പെടാതിരിക്കുക. കുസിത ബുദ്ധിക്കാരായിരിക്കുന്ന ആൾക്കാരുമായിട്ട് പ്രണയം നടിച്ച് വെറുതെ മനസ്സ് ചഞ്ചലമാകുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ലതാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് നല്ലതാണ്. ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവരായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അവർക്ക് വാഹനങ്ങളിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകും. വാഹനത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ച് ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് വാഹനം വാങ്ങുവാനൊക്കെ ഈ കണ്ടകശനി അനുഭവിക്കുന്ന ഈ കാലത്ത് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, കണ്ടകശനി അനുഭവിച്ചപ്പോഴാണ് എനിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായത്. അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഈ കണ്ടകശനി അനുഗ്രഹിക്കും. അങ്ങനെയുള്ള സമയമാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വ്യാഴം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാവമാണ് ധനഭാവം. അപ്രതീക്ഷിതമായ ആഗമന യോഗം ഉണ്ടാകും. ധനസ്ഥാനത്തേക്ക് പൂർണ്ണമായ ദൈവാധീനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഭാവം കുടുംബം, വാഹനം, വീട്, മാതാവ്, മാതൃകുടുംബം, സമൂഹം, അങ്ങനെ സമൂഹത്തിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ സാധിക്കും. ദീർഘനാളുകളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന കാര്യം സാധിക്കുവാൻ ഈ കണ്ടകശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലത്ത് സാധിക്കും. അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ സമയമാണ്. അതായത് സ്ഥാനഭ്രംശമുണ്ടാകുക. നമ്മുടെ ഇപ്പോൾ അധിവസിക്കുന്ന ആ പരിതസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിതസ്ഥിതിയിലേക്ക് മാറി താമസിക്കുക. അത് വിദ്യാകാര്യത്തിനായാലും തൊഴിൽ കാര്യത്തിലായാലും ഒക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. ദീർഘനാളുകളായിട്ട് പല കാര്യങ്ങൾക്കും ശ്രമിച്ചിട്ട് സാധിക്കാതെ ഇരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ സമയത്ത് വിദേശത്തോ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് തൊഴിൽ പുരോഗതി വന്നു ചേരും. വിദേശത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നവർക്കും തൊഴിൽ പുരോഗതി വന്നു ചേരുക, അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുക, അങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രധാനമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അത് ഒരു കുടുംബത്തെ വന്നു ചേരുന്ന ധനം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ധനം കൈകാര്യം ചെയ്യുന്നവരോ, ഏതൊരു തൊഴിൽ സ്ഥാനത്തെയും ധനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കടം കൊടുക്കുവാനോ കടം അധികം വാങ്ങുവാനോ പാടില്ല. ദീർഘനാളത്തേക്കുള്ള കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോൾ നിയമവശങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം വലിയ കേസുകളിൽ വന്നു പെടുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൃഷികാര്യങ്ങൾ ചെയ്യുന്നവർ, അധ്യാപകർ, മെഡിക്കൽ രംഗത്ത്, IT മേഖല ജോലി ചെയ്യുന്നവർക്കൊക്കെ ആ രംഗത്ത് ഒരു ഉണർവുണ്ടായി നല്ല വിജയങ്ങൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷയം, ദുഃഖ ദുരിതങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.